IPL 2025 തുടർച്ചയായ രണ്ടാം തോൽവിയാണ് സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ ദിവസം ഏറ്റുവാങ്ങിയത്. റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 9 വിക്കറ്റിനാണ് രാജസ്ഥാനെ തകർത്തത്. ഇന്നലത്തെ തോൽവിയോടെ 6 മത്സരങ്ങളിൽ 4ലും തോറ്റ രാജസ്ഥാൻ റോയൽസ് പോയിന്റ് പട്ടികയിൽ 8ാം സ്ഥാനത്താണുള്ളത്. ഈ സീസണിൽ ഇതുവരെ 2 ജയം മാത്രമാണ് സഞ്ജുവിനും സംഘത്തിനും നേടാനായത്. പോയിന്റ് പട്ടികയിൽ മുന്നേറി രാജസ്ഥാൻ റോയൽസിന് ഇനി പ്ലേ ഓഫിൽ എത്താനാകുമോ എന്നാണ് ആരാധകർ സംശയിക്കുന്നത്. അതിനുള്ള സാധ്യതകൾ പരിശോധിക്കാം. ഗുജറാത്ത് ടൈറ്റൻസിനോടും RCBയോടും തുടർച്ചയായ 2 മത്സരങ്ങളിൽ പരാജയപ്പെട്ട റോയൽസിന് നിലവിൽ 4 പോയിന്റുകൾ മാത്രമാണുള്ളത്. പോയിന്റ് പട്ടികയിൽ 8ാമതാണ് റോയൽസിന്റെ സ്ഥാനം. സൺറൈസേഴ്സ് ഹൈദരാബാദും ചെന്നൈ സൂപ്പർ കിങ്സും മാത്രമാണ് റോയൽസിന് പിന്നിലുള്ളത്. നെഗറ്റീവ് റൺ റേറ്റുമാണ് സഞ്ജുവിന്റെയും സംഘത്തിന്റെയും സമ്പാദ്യം. ഇനിയുള്ള മത്സരങ്ങളിൽ മികച്ച പ്രകടനം പുറത്തെടുത്താലേ ടീമിന് ഇനി പട്ടികയിൽ മുന്നേറാൻ കഴിയും. ഇന്നലെ നടന്ന 2ാം മത്സരത്തിൽ ഡൽഹിയെ പരാജയപ്പെടുത്തിയ മുംബൈ ഇന്ത്യൻസ് ആണ് പോയിന്റ് പട്ടികയിൽ 7ാമതുള്ളത്. രാജസ്ഥാന് സമാനമായി 6 കളികളിൽ നിന്ന് 2 ജയം മാത്രമേ മുംബൈക്കുമുള്ളൂവെങ്കിലും നെറ്റ് റൺ റേറ്റിന്റെ ആനുകൂല്യത്തിലാണ് ടീം മുന്നിലെത്തിയത്. പോയിന്റ് പട്ടികയിലെ ആദ്യ 4 സ്ഥാനക്കാർക്കും 8 പോയിന്റ് മാത്രമാണുള്ളത്. 6 കളികളിൽ 4 ജയം നേടിയ ഗുജറാത്താണ് ഇതിനു മുന്നിൽ. തൊട്ടുപിന്നിൽ ഡൽഹി, RCB, LSG എന്നിവരും. 5, 6 സ്ഥാനങ്ങളിലുള്ള KKRനും പഞ്ചാബിനും 6 പോയിന്റുകളാണുള്ളത്. എന്നിരുന്നാലും IPL 2025 രാജസ്ഥാൻ റോയൽസിന് ഇനിയും പ്ലേ ഓഫ് സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട്. ടീമിന്റെ അടുത്ത മത്സരങ്ങളിലെ പ്രകടനത്തെ ആശ്രയിച്ചിരിക്കും ഇത്. മുൻ സീസണുകളിലെ കണക്കുകൾ അനുസരിച്ച് മിനിമം 7 മത്സരങ്ങൾ ജയിക്കുന്ന ടീമിന് മാത്രമേ പ്ലേ ഓഫ് സാധ്യതകൾ ഉണ്ടാകൂ. 8 വിജയങ്ങൾ നേടാൻ കഴിഞ്ഞാൽ ആദ്യ 4-ലെത്താനാകും. രാജസ്ഥാൻ റോയൽസ് ഇതിനോടകം 4 മത്സരങ്ങൾ തോറ്റു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ശേഷിക്കുന്ന 8 മത്സരങ്ങളിൽ 6 മത്സരം വിജയിച്ചാൽ മാത്രമേ പ്ലേ ഓഫ് ടീമിന് ഉറപ്പിക്കാനാകൂ. പ്ലേ ഓഫ് സ്വപ്നങ്ങൾ അവശേഷിക്കണമെങ്കിൽ മിനിമം 5 മത്സരങ്ങളിലും ജയിച്ചേ പറ്റൂ. അതായത് 2 or 3 തോൽവികൾ മാത്രമേ സഞ്ജുവിനും സംഘത്തിനും താങ്ങാൻ കഴിയൂ. അതിൽ കൂടുതൽ മത്സരങ്ങളിൽ തിരിച്ചടി നേരിട്ടാൽ കിരീടമോഹം പൊലിയും. ജയങ്ങൾക്കൊപ്പം നെറ്റ് റൺ റേറ്റ് ഉയർത്തേണ്ടതും പ്രധാനമാണ്. RCBയോട് പരാജയപ്പെട്ടതോടെ രാജസ്ഥാന്റെ നിലവിലെ സ്ഥിതി 6 കളികളിൽ നിന്ന് 4 പോയിന്റ്, 2 ജയവും 4 തോൽവിയും, നെഗറ്റീവ് റൺ റേറ്റ് നിലവിൽ -0.838 എന്നിങ്ങനെയാണ്. രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫിലെത്താൻ ഇനി വേണ്ടത് ബാക്കിയുള്ള 8 മത്സരങ്ങളിൽ 5 ജയം, അതായത് 14 പോയിന്റുകൾ നേടിയാൽ സാധ്യത നിലനിർത്താം. അതുപോലെ 16 പോയിന്റുമായി 6 ജയങ്ങൾ നേടുക, ഒപ്പം നെറ്റ് റൺ റേറ്റ് ഉയർത്തുകയും വേണം. പോയിന്റ് പട്ടികയിൽ തങ്ങൾക്ക് സമീപമുള്ള KKR, മുംബൈ, CSK, പഞ്ചാബ് എന്നിവരെ വീഴ്ത്തുകയാണ് വഴി. രാജസ്ഥാൻ റോയൽസിന്റെ അടുത്ത മത്സരം ഏപ്രിൽ 16-ന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ്. ഏപ്രിൽ 19-ന് LSGക്കെതിരെയും ഏപ്രിൽ 24-ന് RCBക്കെതിരെയും ഇറങ്ങുന്ന റോയൽസ് ഏപ്രിൽ 28-ന് ഗുജറാത്ത് ടൈറ്റൻസ്, മെയ് 1-ന് മുംബൈ ഇന്ത്യൻസ് എന്നിവരെ നേരിടും. മെയ് 4-ന് KKRനെതിരെയും മെയ് 12-ന് CSKക്കെതിരെയും മെയ് 16-ന് പഞ്ചാബ് കിങ്സിനെതിരെയുമാണ് റോയൽസിന്റെ മറ്റ് മത്സരങ്ങൾ. ഇതിൽ ഗുജറാത്തിനും ബംഗളൂരുവിനും എതിരെയുള്ള ഓരോ മത്സരങ്ങളും ഡൽഹിക്കെതിരായ തൊട്ടടുത്ത മത്സരവുമായിരിക്കും സഞ്ജുവിന്റെയും സംഘത്തിന്റെയും പ്രധാന തലവേദന. 8-ൽ 6 മത്സരങ്ങളും ജയിക്കാനായാൽ രാജസ്ഥാൻ റോയൽസിന് പ്ലേ ഓഫ് ഉറപ്പിക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ തോറ്റു തുടങ്ങിയ റോയൽസ് 2ാമത്തെ കളിയിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോടാണ് തോറ്റത്. 3ാമത്തെ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ 6 റൺസിന് വീഴ്ത്തിയ റോയൽസ് 4ാമത്തെ കളിയിൽ പഞ്ചാബ് കിങ്സിനെയും തകർത്തു. 5ാമത്തെ മത്സരത്തിൽ എന്നാൽ ഗുജറാത്ത് ടൈറ്റൻസിനോട് തോൽക്കുകയായിരുന്നു. ഇന്നലെ 6ാം കളിയിൽ RCBയോട് 9 വിക്കറ്റിന്റെ കനത്ത പരാജയമാണ് സഞ്ജുവും കൂട്ടരും ഏറ്റുവാങ്ങിയത്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത റോയൽസ് 20 ഓവറിൽ 4 വിക്കറ്റിന് 173 എന്ന സ്കോർ നേടിയപ്പോൾ RCB വെറും 17.3 ഓവറുകളിലാണ് വിജയം ഉറപ്പിച്ചത്. RCBക്കെതിരെ മോശം തുടക്കമായിരുന്നു റോയൽസിന് ലഭിച്ചത്. പവർ പ്ലേ ഓവറുകളിൽ ആകെ 45 റൺസ് മാത്രമാണ് റോയൽസിന് നേടാനായത്.